ഈശോയുടെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. ഈശോയുടെ പീഡാസഹനങ്ങളെക്കുറിച്ച് കൂടുതൽ ധ്യാനിക്കുന്ന ദിവസങ്ങളാണ് ഈ ദിവസങ്ങളിലൊക്കെ. നമ്മുടെ കർത്താവായ ദൈവത്തിൻ്റെ രണ്ടാമത്തെ പെസഹ തിരുനാളാണ്, രണ്ടാമത്തെ കടന്നു പോകലാണ്. കാരണം ദൈവം മനുഷ്യനായി പിറന്നതാണ് ദൈവത്തിൻ്റെ ആദ്യത്തെ കടന്നു പോകൽ. അതിനുശേഷം ഈശോ തൻ്റെ ശുശ്രൂഷകൾ ആരംഭിച്ച് തൻ്റെ ജ്ഞാനസ്നാനം പൂർത്തിയാക്കുന്ന വേളയാണ് തൻ്റെ പീഡാസഹന വേളകൾ, തൻ്റെ കുരിശുമരണ വേളകൾ. അതിലൂടെ മനുഷ്യകുലത്തിന് രക്ഷ നൽകണം, മനുഷ്യകുലത്തിന് ജീവൻ നൽകണം, മനുഷ്യകുലത്തെ തിന്മയുടെ ശക്തിയിൽ നിന്ന് മോചിപ്പിച്ച് ദൈവത്തിൻ്റെ ഹൃദയത്തിലേക്കാക്കണം എന്നുള്ളതാണ് ദൈവരാജ്യത്തിൻ്റെ ലക്ഷ്യം. 1 യോഹന്നാൻ 3:8 സാത്താൻ്റെ പ്രവർത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. എങ്ങനെയാണ് ദൈവപുത്രൻ സാത്താൻ്റെ പ്രവർത്തനങ്ങളെ നശിപ്പിച്ചത്? തൻ്റെ മനുഷ്യാവതാരത്തിലൂടെ ദൈവം മനുഷ്യനായി തീർന്നു. തൻ്റെ പീഡാസഹനത്തിലൂടെ, കുരിശുമരണത്തിലൂടെ, ഉത്ഥാനത്തിലൂടെ തിന്മയുടെ ശക്തിയെ തകർത്തു. യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായം 5-ാം തിരുവചനത്തിൽ നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ ദൈവം അസൂയോടെ വീക്ഷിക്കുന്നു എന്ന് തെരുവഴുത്ത് വൃഥാ ആണെന്ന് നിങ്ങൾ വിചാരിക്കുന്നു. നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിനെ നമുക്കറിയാം. അസൂയ എന്നുള്ള ഒരു വാക്ക്, അതിൻ്റെ അർത്ഥം എന്താണ്? നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വസ്തു മറ്റു വ്യക്തികളുടെ കൈകളിൽ ആയിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു ശക്തിയുണ്ട്, വേദനയുണ്ട്, അതിൽ ഒരു അസ്വസ്ഥത ഒക്കെ നമ്മളിലുണ്ടാകും. ഈ ഒരു അവസ്ഥയാണ് ദൈവം അരുളി ചെയ്യുക. നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ ദൈവം അസൂയോടെ വീക്ഷിക്കുകയാണ്, ദൈവം ആഗ്രഹിക്കുകയാണ്. അതിനാണ് നമുക്ക് ഈ ആണ്ടിൽ ഒരിക്കലെങ്കിലുമുള്ള ഒരു കുമ്പസാരത്തിലൂടെ ഈ ആത്മാവിനെ വീണ്ടെടുക്കുവാൻ, തിന്മയുടെ പിടിയിൽ നിന്നും മരണത്തിൻ്റെ പിടിയിൽ നിന്നും നമ്മെ ദൈവത്തിൻ്റെ മകനും മകളുമാക്കിയെടുക്കുവാൻ ഈശോ പീഡ സഹിച്ചു കുരിശുമരണം വരിച്ചതിൻ്റെയൊക്കെ ദിനങ്ങളാണ് നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ ആഘോഷിക്കുക. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 15-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അത് മരണത്തിന്മേൽ അധികാരമുള്ള പിശാചിനെ തൻ്റെ മരണത്താൽ നശിപ്പിച്ച് മരണഭയത്തോടെ ജീവിതകാലം മുഴുവൻ അടിമത്തത്തിൽ കഴിയുന്നവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണത്. മരണത്തിന്മേൽ അധികാരമുള്ള സാത്താനെ തൻ്റെ മരണത്താൽ നശിപ്പിച്ച് പാപമാകുന്ന മരണത്തിന്മേൽ അധികാരമുള്ള ഈ തിന്മയുടെ ശക്തിയെ യേശു ക്രിസ്തു, ദൈവം തന്നെയായ ഈശോ തൻ്റെ മരണത്താൽ നശിപ്പിച്ച് മരണഭയത്തോടെ ജീവിതകാലം മുഴുവൻ അടിമത്തത്തിൽ കഴിയുന്നവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ അടിമത്തത്തിൽ കഴിയുന്നവരെ രക്ഷിക്കുന്നതിന് നമ്മൾ ആ ഈശോയിലൂടെ വരുന്നില്ല എങ്കിൽ നമ്മളെപ്പോഴും ഒരു അടിമത്തത്തിലാണ്, പാപത്തിൻ്റെ ഒരു അടിമത്തം. ഇതുകൊണ്ടാണ് നമ്മുടെ കർത്താവ് പീഡകൾ സഹിച്ച് നമ്മളെ തിരിച്ചെടുത്തത്, തിന്മയുടെ ശക്തിയിൽ നിന്നും നമ്മളെ തിരിച്ചെടുക്കുകയാണ്. ഹെബ്രായർ 2:10 പറയുന്നുണ്ട്, ആർക്കു വേണ്ടിയും ആര് മൂലവും എല്ലാം നിലനിൽക്കുന്നുവോ, ആര് അനേകം പുത്രന്മാരെ മഹത്വത്തിലേക്ക് നയിക്കുന്നുവോ, ആ രക്ഷയുടെ കർത്താവിനെ അവിടുന്ന് സഹനം വഴി പരിപൂർണരാക്കുക തികച്ചും ഉചിതമായിരുന്നു. ആ രക്ഷയുടെ കർത്താവിനെ സഹനം വഴി പരിപൂർണരാക്കുക തികച്ചും ഉചിതമായിരുന്നു. ഈ ഒരു സഹനങ്ങളാണ് ഈശോയിലൂടെ ആയിരിക്കുന്ന വ്യക്തികളും സ്വീകരിക്കേണ്ടത്. 1 യോഹന്നാൻ 2:6 വാക്യത്തിൽ പറയുന്നുണ്ട്, ക്രിസ്തുവിൽ ആയിരിക്കുന്നു എന്ന് പറയുന്നവൻ ഈശോ നടന്ന അതേ വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം, മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായത്തിൽ 1 മുതലുള്ള തിരുവചനത്തിൽ കഴുതക്കുട്ടിയുടെ പുറത്ത് ഈശോ രാജാവായി വരുമ്പോൾ അവർ ആർത്ത് ദൈവത്തെ ഉദ്ഘോഷിക്കുന്നുണ്ട്, ആ ജനം മുഴുവൻ. കാരണം അനേകം അത്ഭുതങ്ങളും അടയാളങ്ങളും ഈശോയിലൂടെ അവർ കണ്ടു. അതുപോലെ വരാനിരിക്കുന്ന രാജാവ് ഈശോ ആണെന്ന് അവർ വിചാരിച്ചു. പക്ഷേ ഈശോയുടെ രാജ്യം നമുക്കറിയാം, എൻ്റെ രാജ്യം ഐഹികമല്ല ഈശോ പറയുന്നുണ്ട്.
ഈ ലോക സാമ്രാജ്യത്തിലുള്ളതല്ല എൻ്റെ രാജ്യം. ഈശോയെ അങ്ങനെ ഉദ്ഘോഷിച്ച് കഴിഞ്ഞപ്പോൾ ലോകം അസ്വസ്ഥമാകുകയാണ്. ഹെറോദേസ് രാജാവ് അസ്വസ്ഥമാകുകയാണ്. അവരിൽ അസൂയ ഉളവാകുകയാണ്. ഈശോ രാജാതിരാജനാകുമോ എന്നുള്ള ഭയം അവരിലുണ്ടാകുന്നുണ്ട്. അതിലൂടെ അവർ ദൈവത്തെ മരണത്തിനേൽപ്പിക്കുകയാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായത്തിൽ 36 മുതൽ 38 വരെയുള്ള വചനത്തിലാണ് യേശു പറഞ്ഞു, എൻ്റെ രാജ്യം ഐഹികമല്ല. ആയിരുന്നുവെങ്കിൽ ഞാൻ യഹൂദർക്ക് ഏൽപ്പിക്കപ്പെടാതിരിക്കുവാൻ എൻ്റെ സേവകർ പോരാടുമായിരുന്നു. എന്നാൽ എൻ്റെ രാജ്യം ഐഹികമല്ല. പിലാത്തോസ് ചോദിച്ചു, അപ്പോൾ നീ രാജാവാണ് അല്ലേ? ഈശോ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഈ ലോകത്തിലല്ല ഈശോയുടെ രാജ്യമെന്ന്. ഈശോയെ രാജാവാക്കാൻ വേണ്ടി പലപ്പോഴും പല സ്ഥലങ്ങളിലും ശ്രമിക്കുന്നത് നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുന്നുണ്ട്. അപ്പോഴെല്ലാം ഈശോ അവിടെ നിന്ന് ഓടി മാറുകയാണ്. കാരണം ഇസ്രായേൽ ജനം പ്രതീക്ഷിച്ചിരുന്നു ഒരു രാജാവിനെ. പക്ഷേ നമ്മുടെ രാജ്യം എന്ത് ആണ് എന്ന് ഈശോ വെളിപ്പെടുത്തുകയാണ്. ദൈവരാജ്യം ആത്മാവിൻ്റെ രാജ്യമാണ്. അതാണ് ഈ മിഷണറിമാരെല്ലാം ഓരോ സ്ഥലങ്ങളിൽ പോയി കഷ്ടപ്പെട്ട് സത്യം നിലനിർത്തുവാൻ വേണ്ടി അവരുടെ ജീവൻ തന്നെ അർപ്പിക്കുന്നത് നമുക്ക് കാണുന്നുണ്ട്. ഭൗമികമായി നോക്കുമ്പോൾ അവരവിടെ ഒന്നും ചെയ്തിട്ടില്ലായിരിക്കും. എങ്കിലും ആ സത്യം എന്ന രക്തം, ആ സത്യത്തിൽ ജീവനുണ്ട്, രക്തത്തിൽ ജീവനുണ്ട്. ലേവ്യറിൻ്റെ പുസ്തകം 11:17 പറയുന്നു, രക്തത്തിൽ ജീവനുണ്ട്. പുറപ്പാടിൻ്റെ പുസ്തകം 4-ാം അധ്യായത്തിൽ 1 തൊട്ട് 10 വരെയുള്ള തിരുവചനം വായിക്കുമ്പോൾ ദൈവം മോശയോട് പറയുന്നുണ്ട്, കടലിൽ നിന്ന് വെള്ളമെടുത്ത് കരയിലേക്ക് ഒഴിക്കുമ്പോൾ അത് രക്തമായി മാറുന്നു. അപ്പോൾ ഈ രക്തത്തിൽ ജീവൻ നിലനിൽക്കുകയാണ്. ഈശോയുടെ ആ രക്തത്തിൽ ജീവനുണ്ട് എന്ന് നമുക്കറിയാം. 1 പത്രോസ് 1:19-20 എഫെസസ് 1:7 കൊളോസസ് 1:20 എല്ലാം നമ്മൾ കാണുന്നുണ്ട്. ഈശോയുടെ ആ രക്തത്തിൽ ജീവനുണ്ട്. ആ ജീവനാണ് കർത്താവ്. ഓക്കെ, ആ ജീവനാണ് അവിടെ സത്യമായിട്ട് മുളച്ചു വരിക. അതാണ് ദൈവരാജ്യം. പിലാത്തോസ് ചോദിക്കുന്നുണ്ട്, എന്താണ് സത്യം? ആ സത്യത്തെ തിരിച്ചറിയാൻ സാധിച്ചില്ല. നീതിയെയും വിശ്വസ്തതയെയും ലോകം തിരിച്ചറിയുന്നത് പിന്നീട് മാത്രമാണ്. അതുകൊണ്ടാണ് ഈ കർത്താവിൻ്റെ നാമം നമ്മൾ വഹിക്കണം. ഈ കർത്താവിൻ്റെ നാമം വഹിക്കുമ്പോഴാണ് നമ്മളിൽ ആ സത്യവും നീതിയും നിലനിൽക്കുക. അവിടെ കള്ളമുണ്ടായിരിക്കുകയില്ല. ജീവൻ തുടിക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ സ്നേഹം, നമ്മുടെ കർത്താവിൻ്റെ രക്തത്തിൻ്റെ വില. അതുകൊണ്ടാണ് ഈ മിഷണറിമാരൊക്കെ പല സ്ഥലങ്ങളിലും പോയി അധ്വാനിച്ച് ലോകം അവരെ ഒരിക്കലും തിരിച്ചറിയില്ല. അവിടെയുള്ള അനീതി തുടച്ചു മാറ്റപ്പെടുവാൻ, അവിടെയുള്ള പാപം തുടച്ചു മാറ്റപ്പെടുവാൻ അവർ അവിടെ നിന്ന് ദൈവത്തിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുകയാണ്. അതിലൂടെ അവിടെ നീതി സ്ഥാപിക്കപ്പെടുകയാണ്. ചില അവസരങ്ങളിൽ അവരെ രക്തം ചിന്തേണ്ടി വരുമ്പോഴും ആ സത്യത്തിന് വേണ്ടി നിൽക്കുമ്പോഴാണ് അവിടെ ജീവൻ പിന്നീട് തുളച്ചു വരിക. അതാണ് നമ്മൾ പഠിക്കുന്നുണ്ട്, രക്തസാക്ഷികളുടെ രക്തമാണ് ക്രിസ്ത്യാനികളുടെ ബീജം എന്ന്. ആ സത്യത്തിന് വേണ്ടിയിട്ടുള്ള ബലികളാണ് അവിടെ ജീവനായിട്ട് വരിക. അതുകൊണ്ട് ഈ പീഡാസഹന വേളയിൽ നമ്മുടെ കർത്താവിൻ്റെ ജീവ രക്തത്തെക്കുറിച്ചും നമ്മുടെ കർത്താവിൻ്റെ തിരുശരീരത്തെക്കുറിച്ചും നമുക്ക് കൂടുതൽ ധ്യാനിക്കാം. വിശുദ്ധ കുർബാനയിൽ നമ്മൾ സ്വീകരിക്കുന്ന അതേ തുടിക്കുന്ന ഈശോയുടെ തിരുശരീര രക്തങ്ങളാണ് നമ്മൾ ഈ പെസഹ അവസരങ്ങളിലും ആഘോഷിക്കപ്പെടുക. ആ ബലിപീഠം, ആ തിരുശരീരം, അതേ രക്തം ഓരോ പ്രാവശ്യവും ഓരോ ദിവസങ്ങളിലും നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ആ ദിവ്യ ബലിയിൽ ആ ഈശോയുടെ സാന്നിധ്യം കൂടുതൽ നമ്മൾ അനുഭവിക്കുവാനും ആ തുടിക്കുന്ന ഈശോയുടെ രക്തത്തിൽ ജീവനുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കാനും ആ തിരുരക്തമാണ് നമ്മളെ സംരക്ഷിക്കുക. ആ തിരുരക്തമാണ് നമുക്ക് ജീവൻ നൽകുക. ആ ഈശോയുടെ തിരുരക്തത്തിൻ്റെ സംരക്ഷണം നമ്മൾ യാചിച്ചുകൊണ്ട് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവം നമ്മിൽ വസിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.